എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. ഇന്നത്തെ വീഡിയോ നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനിലേക്കുള്ള ഒരു വീഡിയോ ആണ്. അത് പൊതുജനം മൂലം അദ്ദേഹത്തെ അറിയിക്കുകയാണ്. എൻ്റെ പ്രധാന ഈ വീഡിയോയുടെ ലക്ഷ്യം ശ്രീ പിണറായി വിജയൻ അറിയേണ്ട ചില വസ്തുതകളെക്കുറിച്ചാണ്. താങ്കൾ ഇന്നത്തെ സാഹചര്യത്തിൽ താങ്കളുടെ സ്ഥാനം എന്താണ് ജനഹൃദയങ്ങളിൽ ഉള്ളതെന്ന് താങ്കളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാലും നന്നായിരിക്കും. എന്നാൽ ശരിയായിട്ടുള്ളൊരു വസ്തുതകൾ താങ്കൾക്കറിയാൻ ബുദ്ധിമുട്ടാണ്. കാരണം താങ്കളെ വലയം ചെയ്തിരിക്കുന്നൊരു വലിയൊരു ഗൂഢസംഘമാണ്. അവരിലൂടെ നിങ്ങൾക്കൊരിക്കലും ശരിയും തെറ്റും അറിയാൻ സാധിക്കില്ല. ശ്രീ മിസ്റ്റർ പിണറായി വിജയൻ, താങ്കളൊന്ന് മനസ്സിലാക്കേണ്ടത്, താങ്കൾ ഇന്ന് അലങ്കരിച്ചിരിക്കുന്ന താങ്കളുടെ പൊസിഷൻ, ആ പൊസിഷനിൽ എത്താൻ വേണ്ടി താങ്കൾ എന്തൊക്കെയാണ് എന്ത് പ്രവൃത്തികൾ ചെയ്തിരുന്നു നിങ്ങൾക്കറിയാം. അത് നല്ല പ്രവൃത്തിയും ഹീനപ്രവൃത്തിയും ഒക്കെ അതിൽ ചേർന്നിരിക്കാം. അതിൻ്റെ ഫലമായിട്ടാണ് താങ്കൾക്കിന്നും ഈ ഒരു പൊസിഷനിൽ എത്താൻ പറ്റിയത്. പക്ഷേ ഒന്ന് മനസ്സിലാക്കണം, എപ്പോഴും ഒരു മനുഷ്യൻ ഉയരങ്ങളിൽ നിന്നും ഉയരങ്ങളിലേക്ക് പോകുന്നത് അവൻ്റെ ഇന്നലകളെക്കുറിച്ച് മനസ്സിലാക്കുമ്പോഴാണ്. അവൻ കടന്നു വന്ന വഴികൾ ഓർക്കാറുണ്ട്. എന്നാൽ ആര് ഇതിനെ മറക്കുന്നോ അവരുടെ നാശവും എത്ര കണ്ട് അവർ ഉയരങ്ങളിൽ എത്തുന്നോ അത്ര കണ്ട് താഴ്ചയിലായിരിക്കും അവർ അധംപതിക്കുക. എനിവേ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ മൂലം പലരും അർത്ഥപ്രശ്നിയിലാകുന്നുണ്ട്. പലരും പല ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവരായിട്ടുണ്ട്. അർഹിക്കുന്ന വേതനത്തിന് അർഹിക്കുന്ന ജോലിക്ക് അർഹിക്കുന്നതിന് വേതനം കിട്ടാൻ വേണ്ടി പലരും തെരുവുകളിൽ ബുദ്ധിമുട്ടുന്നു. അവരെ നിങ്ങൾ കളിയാക്കാൻ ശ്രമിക്കുന്നു. നിങ്ങളെ വലയം ചെയ്തിരിക്കുന്ന ആ ഗൂഢസംഘം അവരെ നിശിതമായി വിമർശിക്കുന്നു, കളിയാക്കുന്നു, പല രീതിയിലും ഉപദ്രവിക്കുന്നു. ഇത് ഒട്ടും പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങളല്ല. നിങ്ങൾ ഈ വഴികളിൽ കൂടി സഞ്ചരിച്ച് വന്നവരാണ്. അതിൻ്റെ ദുഃഖങ്ങളും ബുദ്ധിമുട്ടുകളും നിങ്ങൾക്ക് നന്നായി അറിയാമെങ്കിലും ഇന്ന് നിങ്ങളല്ലാതെ മറന്നതുപോലെ നിങ്ങൾ അഭിനയിക്കുന്നു. ഞാൻ നിങ്ങളെക്കാളും പ്രായം കൂടി, ഏതാണ്ട് ഒരു 3-4 വയസ്സിന് കൂടുതലാണ് എൻ്റെ പ്രായം. ബട്ട് നിങ്ങൾക്കതിനും കുറവാണ്. നിങ്ങൾ ശാരീരികമായി ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളാണെന്ന് ഏതൊരു വ്യക്തിക്കറിയാം. എനിക്കറിയാം. കാരണം നിങ്ങളുടെ ഓരോ മൂവ്മെൻറ്റ്സും നിങ്ങളുടെ നടത്തിയാലും അതിൻ്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കൊക്കെ വേണ്ടത് നല്ലൊരു വിശ്രമമാണ്. വിശ്രമത്തിൻ്റെ സമയമാണ്. മരണശൈ വരെയും നമ്മൾ അർഹിക്കുന്ന പൊസിഷനിൽ ഇരിക്കാമെന്ന് വ്യാമോഹിക്കരുത്. അത് ആർക്കും സാധ്യമുള്ള കാര്യമല്ല. നമ്മൾ പ്രധാനമായി ചിന്തിക്കേണ്ടത്, നമുക്ക് ശക്തി ഉള്ളിടത്തോളം കാലം നമുക്ക് പ്രവർത്തിക്കാം. എന്നാൽ മരിക്കുന്ന നിമിഷം വരെ ശക്തിയുള്ളവരായിരിക്കുമെന്ന് ആർക്കും ഗ്യാരണ്ടി എടുക്കാൻ പറ്റില്ല. സോ ഇനി നിങ്ങൾക്ക് വേണ്ടത്, നിങ്ങളെ വലയം ചെയ്തിരിക്കുന്ന ഈ ഗൂഢസംഘങ്ങളെ മാറ്റി സത്യമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കുകയും അതിൻ്റെ പ്രതിവിധികൾ നല്ല രീതിയിൽ പറഞ്ഞു തരുന്നവരെയും നിങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക. പക്ഷേ ഇപ്പോൾ നിങ്ങളിൽ ഉള്ളവർ ആരും തന്നെ ആ ഗണത്തിൽപ്പെട്ടവരില്ല. എല്ലാവർക്കും അറിയാം. അതുതന്നെയാണ് നിങ്ങൾ തെറ്റുകളിൽ നിന്നും തെറ്റുകളിലേക്കുള്ള ജൈത്രയാത്ര തുടങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം തന്നെ നിങ്ങൾ ചെയ്യുന്നത് പാപം പിടിച്ചവൻ്റെ നികുതി പൈസയിൽ നിന്ന് കോടികൾ
എടുത്ത് നിങ്ങൾ എയർ കണ്ടീഷൻ ചെയ്ത ടെൻറ്റുകൾക്കുള്ളിൽ നൃത്തവും പാട്ടും സംഗീതവും ഭക്ഷണവും കൊടുത്ത് നിങ്ങൾ വാർഷികത്തിൻ്റെ പേരും പറഞ്ഞ് ഈ ഉപയോഗിക്കുന്ന തുകൾ മാത്രം പോരെ, അർഹിക്കുന്ന വേതനം കിട്ടാതെ കഷ്ടപ്പെടുന്ന ആൾക്കാരുടെ ആ ബുദ്ധിമുട്ടുകളൊന്നും മാറ്റിക്കിട്ടാൻ. എത്ര പേരുടെ ക്ഷേമ പെൻഷൻ നിങ്ങൾ മൂലം മുടങ്ങി, എത്ര പേർ നിർധനരായവർ സ്വന്തം അസുഖങ്ങൾക്കുള്ള ചെറിയ മരുന്നുകൾ വരെ ലഭ്യമല്ലാതെ അസുഖം ബാധിച്ച് വീട്ടിൽ കിടപ്പായി. നിങ്ങളിതൊന്നും കണ്ടിട്ടും കാണാത്ത രീതിയിൽ നിങ്ങൾ നടിക്കുന്നു. ഏതാണ്ട് 30% കൂടുതൽ ജോലിയില്ലാത്തവരായി നമ്മുടെ സംസ്ഥാനം മാറിയിരിക്കുന്നു. ഈ സംസ്ഥാനത്ത് ഏതാണ്ട് 3.5 കോടി ആൾക്കാരുള്ളതിൽ ഏതാണ്ട് 25% ആൾക്കാരും ഇന്ന് നാട് വിട്ടുപോയി. അവർക്ക് തൊഴിലില്ല. തൊഴിലിനായി അവർ അന്യ സംസ്ഥാനങ്ങളിലും അന്യ രാജ്യങ്ങളിലും ചേക്കേറി കഴിയും. ഈ ഒരു സ്ഥിതിവിശേഷം ഉണ്ടായത് ആരാണ് ഇതിൻ്റെ കാരണക്കാർ? ഇത്ര ശോചനീയമായ അവസ്ഥ കേരളത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇവിടെ മയക്കുമരുന്നുകാർക്കും മദ്യ വിപണനത്തിനും ലോട്ടറിക്കും വേണ്ടി മാത്രമായി ഈ സ്റ്റേജിനെ മാറ്റിയതിൻ്റെ പ്രധാന ഉത്തരവാദി നിങ്ങൾ തന്നെയാണ്. നിങ്ങളത് സമ്മതിക്കില്ല. നിങ്ങളുടെ ഈ പ്രവർത്തനങ്ങൾ അതിക്രൂരമാണ്. ഇതിനെന്തെങ്കിലും ഒരവസാനം നിങ്ങൾ കണ്ടെത്തുക. നമ്മളൊക്കെ ജീവിക്കുന്നത് നമുക്കിപ്പോൾ കിട്ടുന്ന ഒരു ദിവസം അതൊരു ബോണസായി കാണുക. നമ്മളെപ്പോൾ ഈ ലോകത്തുനിന്ന് വിട പറയുമെന്ന് നമുക്കറിയുകയില്ല. സോ എത്രയെങ്കിലും എന്ത് കഷ്ടപ്പെട്ടാലും നിങ്ങളിൽ നിന്നുണ്ടായ അപാകതകളെ നീ മാറ്റിക്കുറിക്കാൻ ശേഷിക്കുന്ന സമയം നിങ്ങൾ ചിലവഴിക്കുക. നിങ്ങൾ ഈ കാട്ടിക്കൂട്ടുന്ന ഈ ആഡംബരവും ദൂർത്തും കൊണ്ട് നിങ്ങൾക്കൊരിക്കലും നല്ലത് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഈ തകർക്കുന്ന കോടികൾ മാത്രം മതി പലർക്കും പലതും ചെയ്യാൻ. നിങ്ങളതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഈ ഒരു മാസം നീളുന്ന ഈ മാമാങ്കം നിങ്ങളുടെ നാശത്തിന്, നിങ്ങളുടെ നശീകരണത്തിന് വേണ്ടി മാത്രമാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെന്ന് തിരിച്ചറിയാൻ ശ്രമിക്കുക. ഈ തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാകാൻ വേണ്ടി നിങ്ങളോടൊപ്പം ഉള്ള ആരും തന്നെ ആഗ്രഹിക്കുന്നില്ല. മിസ്റ്റർ പിണറായി വിജയനോട് വീണ്ടും പറയുന്നു, നിങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് നിങ്ങൾ അറിയുക. സത്യം നിങ്ങൾ അറിയുക. നിങ്ങൾ പുറത്തിറങ്ങി നിങ്ങളെ വലയം ചെയ്തിരിക്കുന്ന ഈ ഗൂഢസംഘത്തിൽ നിന്നും അവരൊന്ന് മാറ്റി നിർത്തി നിങ്ങൾ സ്വതന്ത്രമായി ഒന്ന് ചിന്തിക്കുക. നിങ്ങൾ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങൾ ചിന്തിക്കുക. നിങ്ങളുടെ പരിവാരങ്ങൾക്ക്, നിങ്ങളുടെ കുടുംബങ്ങൾക്ക് 10 ജന്മം വരെ ജീവിക്കാനുള്ള സൗകര്യമെല്ലാം നിങ്ങൾ മൂലം അവർ നേടിക്കഴിഞ്ഞു. ഇനി വീണ്ടും ആ പേരിൽ നിങ്ങൾ വീണ്ടും മനുഷ്യനെ ഉപദ്രവിക്കാതിരിക്കുക. ആർക്കും തെറ്റും ശരിയും സംഭവിക്കാം. തെറ്റ് ചിലപ്പോൾ അറിയാതെ ചെയ്യേണ്ടി വരുന്നു. ബട്ട് കുറച്ച് കഴിഞ്ഞ് തെറ്റിനെ തെറ്റായി നാം കണ്ട് അതിന് തിരുത്താനുള്ള ശ്രമം നിങ്ങൾ തുടങ്ങാൻ ശ്രമിക്കുക. ആ ശ്രമം നിങ്ങൾ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ റെപ്രസെൻ്റ് ചെയ്യുന്ന നിങ്ങളുടെ സംവിധാനത്തിൻ്റെ അന്ത്യം നിങ്ങൾ കുറിക്കുകയാണ്. ആ അന്ത്യനാളുകളുടെ തുടക്കമാണ് നിങ്ങളുടെ ഈ വാർഷികത്തിൽ കൂടി നിങ്ങൾ കുറിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഈ പ്രസ്ഥാനത്തെ തകർക്കാതിരിക്കുക. ഒരുപാട് പേരുടെ ജീവൻ ബലിയർപ്പിച്ച് നേടിയെടുത്ത ഈ പ്രസ്ഥാനത്തെ തകർക്കാതിരിക്കുക. എന്നാൽ നിങ്ങൾ അതിൻ്റെ തകർച്ചയുടെ വിളക്കാണ് ഇന്നലെ കാസർഗോഡ് നിങ്ങൾ കൊളുത്തിയത്. അത് നല്ല വിളക്കായി പര്യവസാനിപ്പിക്കാൻ ശ്രമിക്കുക. അതിൻ്റെ അവസാനത്തെ ഒരാളിക്കെത്തുന്ന ദീപമായി കാണിക്കരുത്, അതിലേക്ക് എത്തിക്കരുത്. ഇങ്ങനെയുള്ളൊരു കുറച്ച് വാക്യങ്ങൾ നിങ്ങളോട് പറഞ്ഞില്ലെങ്കിൽ
ഞാനൊരു കേരളീയനെന്ന് അവകാശപ്പെടാൻ എനിക്ക് അർഹതയില്ല. കാരണം ഞാൻ നിങ്ങളെക്കാളും പ്രായത്തിൽ മൂത്തൊരു വ്യക്തിയാണ്. ഇങ്ങനെ പല ഭരണാധികാരികളെയും ഞാൻ കണ്ടിട്ടുള്ളതാണ്. നിങ്ങളെയും എനിക്കറിയാം, അറിയാതൊന്നുമില്ല. നിങ്ങളുടെ അടുത്ത് തന്നെയാണ്. ഞാൻ കൂടുതൽ ഇനിയും എന്തെങ്കിലും പറഞ്ഞു നിങ്ങളുടെ സമയം കളയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ ഒരു വാർത്ത നിങ്ങൾക്ക് കേൾക്കാൻ ഇട വന്നാൽ ഒന്ന് ശ്രദ്ധിക്കുക. ഇതിലെ ശരിയും തെറ്റും എന്താണെന്ന് നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ.